സമീപമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭവനത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെയും അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച കാരുണ്യവാനായ കർത്താവേ, ഈ കുടുംബത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തുകൊള്ളണമേ. ഈ ഭവനത്തെയും അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ഇത് സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു ഭവനമായി തീരട്ടെ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഈ ഭവനം മുദ്രിതമാക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസികളുടെ ആത്മാവിന്റെ തമ്മിൽ ആത്മോഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആദിയിലെ പോലെ ഇപ്പോഴും നീക്കും അമ്മേ. നിത്യപിതാവായ കർത്താവിന്റെ തിരിച്ചുവരയാൽ മരിച്ചവരുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ആത്മോഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും
സകലത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടുന്ന് മരിച്ച ഞങ്ങളുടെ കുടുംബാംഗത്തെയും സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണം വഴിയായി മരണത്തെ കീഴടക്കുകയും മനുഷ്യമത്സ്യത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം തന്നവനുമായ ദൈവം സ്വർഗത്തിൽ മരിച്ചുപോയവരെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യട്ടെ. നമ്മെ സംരക്ഷിക്കട്ടെ. പാപത്തിന് മരിച്ചവരായി സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തെരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. പരിലസിക്കും സ്വർണ്ണത്തെരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. ാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. Dear friends in Jesus Christ, as we know, today we are celebrating the 7th day memorial of Maria Theresa's death anniversary, and we shall especially remember the departed soul in our prayers, and we shall submit the departed soul in the merciful hands of God, and
have the Holy Mass here, and we will be having 8 parts. The first part after the Holy Mass, we will be having some prayers here at the church. Then after that, we will have some prayers at the cafeteria, and we will have the meals together. Then we will go to the burial ground there, and the cemetery we will have the feast of the dead, and we will have the Holy Mass together with the Reverend Father Vikan here, and he will be giving the message for us in English. We will be having the Holy Mass in Malayalam. അന്ന് തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമൊഴിയാകം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, മരണത്തോടെ കൈവിട്ടുപോയ ഞങ്ങളുടെ സഹോദരിക്ക് രക്ഷകൾ പ്രദാനം ചെയ്യണമേ. മിശിഹായുടെ പ്രാപിച്ചവരുടെ ഓർമ്മയാൽ ചിന്തിച്ചുകൊണ്ട് മനുഷ്യോപസിതരെ രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. ഉയരുവാൻ കാക്കുന്ന പാപക്കാരെന്ന പോൽ സർവേശ്വരാ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകി
താതനും പുത്രനും റൂഹായ്ക്കുമാകരാൽ കീർത്തന ഗീതികൾ എന്നേരവും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ പ്രകാശിക്കുകൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവ്വസൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും ഭക്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. സർവ്വജ്ഞനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ കാണുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. Chapter 15, verse 35 to 45. May Christ bless you. The resurrection body. Dear brothers and sisters, but someone may say, how are the dead raised? With what kind of body will they come back? You fool! What you sow is not brought to life unless it dies. And what you sow is not the body that is to you, but a bare kernel of wheat, perhaps, or of some other kind. But God gives it a body as He chooses, and to each of its seeds its own body. Not all flesh is the same, but there is one kind for human beings, another kind of flesh for animals, another kind of flesh for birds, and another for fish. There are both heavenly bodies and earthly bodies, but the brightness of the heavenly is one kind, and that of the earthly another. The brightness of the sun is one kind, the brightness of the moon another, and the brightness of the stars another. For star differs from star in brightness. So also is the resurrection of the dead. It is sown corruptible, it is raised incorruptible. It is sown dishonorable, it is raised glorious. It is sown weak,
it is raised powerful. It is sown a natural body, it is raised a spiritual body. If there is a natural body, there is also a spiritual one. So too it is written, the first man, Adam, became a living being, the last Adam, a life-giving spirit. The word of the Lord. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. A reading from the Holy Gospel according to Saint John, chapter 14, verses 1 to 6. Do not let your hearts be troubled. Believe in God, believe also in me. In my Father's house there are many dwelling places. If it were not so, would I have told you that I go to prepare a place for you? And if I come again and will take you to myself, so that where I am, there you may also be. And you know the way to the place where I am going. Thomas said to him, Lord, we do not know where you are going. How can we know the way? Jesus said to him, I am the way and the truth and the life. No one comes to the Father except through me. The word of the Lord. Thanks be to God. The apostle, very happy to have you all here, though it is under very sad circumstances. I suspect that one of the great joys of heaven is going to be finding out that God is, in the best way possible, like us, and at the same time, nothing at all like us. I'll come back to this later in just a minute. We know that we are made in God's image and likeness, meaning that human beings are rational creatures endowed with agency and free will. We have the knowledge of good and evil, and are able to use our brains to make decisions for ourselves and act accordingly. And sometimes, when we see the best in other people, people who are heroically kind or heroically generous, it touches our hearts. Maybe even brings a tear to our eye. We admire it. Deep down, maybe we are inspired by it. We might almost suspect that in seeing the notable goodness, the nobility, the selflessness in this other person, we are experiencing a faint preview of what God is like. And yet, surely it is only a faint preview. As for God being nothing like us, there are many things about His ways and workings that get most people utterly confounded. And I think a prime example of that is when we ponder human suffering. I'm sure that I first met Marina in the summer of 2018. I was a newly ordained priest and assigned here at St. Philip and St. Francis to assist the pastor at the time, Father Bernie. Marina would come to church, but usually, from what I can recall, with oxygen because she was so short of breath.
After I had been here for 2 years, I was reassigned to Adams County for 2 years, and then came back here again, this time as a pastor. And I believe at that point Marina was largely homebound. You know, the Deacon Jim Lucy, before he passed away, was great about visiting her during the Holy Communion. Now, certainly Marina is not the only person who suffers. One of my last years in seminary, during what we call apostolic works, which is basically doing charitable works outside of the seminary walls, I spent every week visiting a nursing home with people that had incurable diseases. Almost all of them were in wheelchairs. Some of them couldn't even sit in a wheelchair, basically even dead. Some of them could barely talk above a whisper. Some of them could only say a word or two at a time due to the energy that it took. The words were almost impossible to understand. Some of them had no control over their arms and legs and could not even feed themselves. And yet it was remarkable to me that in the faith-sharing group discussions that my classmate and I facilitated for these men and women, just how much these individuals had grown in their spiritual lives because of their conditions. I distinctly remember one woman saying that if given the option of being cured and going back to her former life, she would opt to stay in her wheelchair and in its nursing home because she had grown so much closer to God as a result of her condition and was praying much more and much better than she ever had. Our world is one where we value youth and health and good looks and the ability to contribute in very tangible ways, whereas the cross, in whatever form it takes, is deemed to be something to avoid it at all costs. And yet, as I'm sure I've said to Marina, and as I often say to parishioners and other people who I come across who are dealing with heavy crosses, in God's eyes, it is right now, when we are bowed down and nearly broken under the yoke of our afflictions, that God is attempting to do something beautiful in our souls. That for all we know, it is when the rest of the world, through its myopic utilitarian lens, sees us as a burden, that God, in His wisdom and His love, is sanctifying us. Saint Faustina, saint of divine mercy, once wrote that if the angels were capable of envy, they would envy human beings for two things. One is receiving Holy Communion, and the other is for our ability to suffer. To the person without faith, this is utter nonsense. Yet Faustina knew that suffering opens the floodgates to grace. That suffering purges us of the remnants of sin. That suffering purifies our love like gold, purged of impurities through fire. For the pearl inside the oyster is formed by the friction of irritants into something utterly beautiful. These last years of her life, I could only see Marina for 5 to 10 minutes at a time while she was still at home. And last Monday, went to visit my mom, who happened to be hospitalized on a different floor at the University Hospital, where Kevin told me that Marina had been transferred. Even though I had been in touch with chaplains and a priest who had visited Marina during her earlier hospitalization, it had probably been a good 6 months or so since I had seen her last when I stopped by the ICU that day. I don't know if she knew that I was there, but I explained to her aloud who I was and that I was going to anoint her to make her absolution in the apostolic pardon, all the final sacraments of the church. And while I always urge
urge loved ones at funerals to continue to pray for the departed, as I continue to pray for my own dad, who has been gone since 2009. I learned the next morning from Callie that Marina had passed in the early hours that night. All I could think to do was to praise God for his incredible providence, knowing that the timing was surely not a coincidence, that God had arranged a priest to be there. And that quite probably, Marina knew that upon receiving the sacraments in the final lesson, that it was time. That God was ready to take her home. For those of us who Marina leaves behind, we never know what sufferings may await us in the future. We do our best to prepare by building our faith day by day so that it is strong, so that it is there when we need it, and for as long as we need it. No matter how severe the trials, knowing that God's wisdom far surpasses our own, and that when He allows suffering, it is not because He doesn't love us, but the exact opposite. Because He does so much, and He wants to turn us into saints. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടുകൂടി തുടർന്ന കർത്താവെ അങ്ങയുടെ യാചിക്കുന്നു ഞങ്ങളുടെ സഹോദരിയെ ശുദ്ധീകരണ തലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസങ്ങളിലേക്ക് മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മനുഷ്യരുടെ കടകൾ മനുഷ്യൻ കാര്യങ്ങളാണെന്നാണ് ഉദ്ധാരം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്നാണ് മിശിഹായുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടതും മരണത്തിൽ പ്രാപിച്ചതുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നതാണ്. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ പുറത്തിറങ്ങുന്നതാണ്. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരാനിടയാക്കുമെന്നാണ്. മിശിഹായുടെ സഹോദരന്റെ തമ്പനായ ഞങ്ങൾ പരിശുദ്ധപിതാവായ ലിയോ മാർപ്പാപ്പയെ ഞങ്ങളുടെ പിതാവുമായ മാർപ്പാപ്പത്തെ ഞങ്ങളുടെ പിതാവുമായ മാർപ്പാപ്പയെയും മെല്ലനെയും ആത്മീയ നൽകിയിരിക്കുന്നതാണ്. അനന്തമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കെല്ലാവർക്കും നമ്മെ നവാലയത്തിലെയും പിതാവിനും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവനയാമേ മനുഷ്യരുടെ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ചോദിച്ചതും ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ജ്ഞാനത്തിന്റെയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആത്മജനം ദിവ്യം ലോകായിക്കും സ്തുതിയും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാഗരമൂർത്തിയിടാം പാവന മിഥിലയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മക്കോഹായെയും നിനസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. എല്ലാരും നിൻ മഹിയോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ
പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കിച്ചുമാരും മേജറാധ്യക്ഷന്മാരും മെത്രാപോലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശികാട സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണാസ്ഥാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുള്ളവർക്ക് എല്ലാവരെയും മരിച്ചു മരിക്കുവിൻ. വിശിഹാട കൃപയാൽ ഈ വില നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനം കാരണമാകട്ടെ. കർമ്മപടി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകും ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ കാരണത്തിലേതാൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും ചെയ്യുവാൻ ഞങ്ങൾ ശ്രദ്ധരാക്കണമെന്ന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താനെന്ന് പറയുകയും അടുത്തടുത്ത് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് അവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ഭയഭജനകമാരെ നിങ്ങൾ പുതാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും ോഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിക്കൂ.
സമാധാനം നമ്മോടുകൂടെ. പിതാവും രക്ഷിതാക്കളുമായ സർവേശ്വര അംഗീകാരത്തിന്റെ മേൽപ്പിക്കുന്നതിന്റെ ആരാധ്യമായ നാമം എല്ലാ അർത്ഥങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും ബന്ധയും എല്ലാ സൃഷ്ടികളിൽ നിന്നും വീഴ്ചയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ മരൂപികളുമായ റോബന്മാരോടും സ്വാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീകരണങ്ങളോടുകൂടെ ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൈവത്തെ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദൈവം ബലഹീനമായ ദാസ് അവിടുത്തെ നാമത്തിൽ കൽപ്പിച്ചുകൂടി തിരുസന്നിധിയിൽ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവത്വം ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തതാ നിങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദൈവമേ, കർത്താവെ നന്ദി പ്രകാശിക്കാൻ കഴിയാത്തത് അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവിക ജീവനെ ഞങ്ങളെ മുൻകാലാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത്ഭുതമായ ഞങ്ങളെ സംരക്ഷിക്കുകയും ബുദ്ധനായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷണിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളായ പരാജയത്തിലാക്കി ഞങ്ങളുടെ കഠിനമായ പ്രകൃതി എന്റെ സമർത്ഥമായ ഘട്ടത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക പിതാവും ധനവനുമായ ലിയോ കോർട്ടിക് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മെത്രാപൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷ പിതാവുമായ ജോയി മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും ക്ഷീണിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപെട്ടുപോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധമായ അങ്ങയുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചതും ഭൂവാസികളുള്ള ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ദൈവവുമായി വിശ്വസിക്കാവുന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ സജീവവും ജീവദായകമായ അടയാളക്കാരത്തിന് വിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നേർമയുടെ വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാമത്തിന്റെ രക്ഷകനായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയകർത്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ വിശുദ്ധാത്മാവ് എഴുന്നള്ളുകണമേ. അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഏർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തനെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർത്ഥവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള യഹോവയാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിക സ്വർഗ്ഗത്തിൽ നിന്നാകരമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ എന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവി
എന്നേക്കും നേടുമവൻ സുഹൃതം നിശ്ചയമായി. നമ്മുടെ ഭാവി ശ്രമിച്ചയാളുടെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യേകങ്ങളോട് സമീപിക്കാം. അനുദാനത്തെ നിലവാർന്ന ശരണത്തോടെ അപരാധങ്ങളെ നിമിത്തിച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് തകർത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. വിനോദങ്ങളും ഗ്രഹങ്ങളും പിടിഞ്ഞ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതരും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. ചതുർബാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാനാൽ പാത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി വിഗ്രഹങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ലവനായ ദൈവമേ, കൃപാപൂർവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴുവാനിടയാകരുതേ. ദുഷ്ടാരൂപികളുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിക്കുന്ന കർത്താവിൽ ശംസിയുടെ കൃപാവനം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും അഖിലം വാഴും
പരിശുദ്ധമായ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും നന്ദിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ ഭക്തരായ ഞങ്ങളെ കാരണവും യോഗ്യനാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ വ്യത്യാസയായും സിഹായും അമർത്തിയുടെ ഔഷധമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ഗാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ഥലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവൊടു കൈക്കൊണ്ടരുളണമേ. ഹാബിലിനോഹയും അബ്രാഹം യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോട് തൃക്കൺ പാർക്കണമേ. ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥാ കനിയമേ ബലിയിൽ. കർത്താവേ, നിൻ ദാസിക്കായി സന്നിധിയിൽ അണച്ചിടും ബലിയിതു തൃക്കൺ പാർക്കണം. He's always helping me. So you have help and support there. Thanks so much. And also the name of Joseph and family, they really thank you all, because we know these days, even though with a great difficulty, you all help the family, supporting all the arrangements with the food and everything. You are always with them as members of each members of the family. You are great support in consoling this family, and gratefully remembering all of you, our pensioners, all of you, and also thankfully remember and pray for Joseph and Jaden and Joshua, and also Papa, Mummy of Madana Chichi and Joseph Baya. And we continue our prayers for the departments all, because we know they need our prayers, and we always pray for the departments all in our prayers, and may God intercede for us before God for our sake, of the children, the family, and our community, and all of us. Let her be the presence of God and pray for, intercede for our sake. We shall our prayers. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന കാരണവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കടപ്പെടുന്നവരുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ മേഘന ചേച്ചിയുടെ ആത്മാവിന് നിത്യാശ്വാസം നൽകണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിന്റെ ആത്മാവിനെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. വിശ്വാസവഞ്ചകരായ ദുഷ്ടന്മാർ ലക്ഷ്യത്തിലായി തീരും. അങ്ങേ ആശ്രയിക്കുന്നവരാലും ഒരിക്കലും നിരാശരാവുകയില്ല.
കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം അങ്ങ് ഇപ്പോൾ ഓർക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാകുന്നു. അവിടുന്ന് പാപികളെ നേർവഴിക്ക് തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രതിയുടെ കടലിൽ കഴിയുന്നു നാം, ഇരുളിൻ മറയിൽ കുഴയുന്നു നാം. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങേക്ക് ഞാൻ അയക്കുന്നു. മനുഷ്യരെ ഏൽപ്പിക്കാതെ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ആമേൻ. സുഖമായി കൊടുക്കണം നീതിമാനായ ദൈവമേ, ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പ്രാർത്ഥനകളാലും സൽകൃത്യങ്ങളാലും അങ്ങയെ പ്രസാദിച്ച ഞങ്ങളുടെ സഹോദരിയുടെ പാപങ്ങളെല്ലാം ഓർത്ത് ഇയാളെ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഭൂമിയിലങ്ങേ പിതാവിൻ സന്നിധിയിൽ ചേർത്തു കിരീടം ചാർത്തണമേ. ദിവ്യസ്വരത്താൽ നവജീവൻ ലാസറിനരുളിയ സകലേശ, മൃദരാ ശബ്ദം കേൾക്കട്ടെ, പുതിയൊരു ജീവൻ പുണരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നമ്മെ പ്രസാദിക്കുകയും ചെയ്യട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷപൂർവ്വം പുകഴ്ത്തുകയും ചെയ്യട്ടെ. വിശാഖയെല്ലാം അങ്ങയെ സ്തുതിക്കട്ടെ, ജനതകൾ അങ്ങയെ പുകഴ്ത്തട്ടെ. ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നമ്മെ പ്രസാദിക്കുകയും ചെയ്യട്ടെ. സ്വർഗ്ഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കട്ടെ. അന്തിമ ദിവസം അടുക്കുമ്പോൾ അന്തരമിളകി വിളയ്ക്കുമ്പോൾ വെളിവൻ കതിരുകൾ മഞ്ഞടിയും കനിഞ്ഞൾ തിങ്ങി വളർന്നുയരും. പുലകിൻ തൂണുകൾ ഉലയുന്നു, മലയും മരുവും പുകയുന്നു, കരയും കടലും മറയുന്നു, കൂരിരുളെങ്ങും നിറയുന്നു. വിധിയുടെ സമയമടുക്കുന്നു, വിണ്ണിൻ വാതിൽ തുറക്കുന്നു, വാനവനിലയാലാഗതനായി ദൈവകുമാരനെ തങ്ങുന്നു. നിരയായി മുന്നിൽ നിലകൊള്ളും വത്സലസുതരെ കാണുമ്പോൾ ആനന്ദത്താൽ ആനന്ദത്തിൻ നയനം പൂക്കതിരണിയുന്നു.
മേഘത്തിരിക്കുന്നു നരരുടെ കൂട്ടിയളന്നു വിളിക്കുന്നു. ആനന്ദത്തിൻ ചെയ്തിയും നൈരാശ്യത്തിൻ നിലവിളിയും ചേർന്നു കലർന്നു മുഴങ്ങുന്നു വിധിയുടെ നിസ്വര നിമിഷങ്ങൾ. സുരലോകത്തിൻ നവനത പാപികൾ വിങ്ങി കരയുമ്പോൾ നിർദ്ദയമുയരും നരകത്തിൻ ജ്വാലകൾ അവരെ വിഴുങ്ങുന്നു. നിന്നുടെ ആഗമദിവസത്തിൽ പരിശുദ്ധന്മാരൊത്തു വരം ഭാവത്തെന്നെ നിർത്തണമേ. അനന്തമായ സ്നേഹകർമ്മങ്ങളെ സൃഷ്ടിക്കുകയും അത്യന്തമായ കൃപയെ അന്വേഷിക്കുകയും ചെയ്ത ദൈവമേ, ശിശുക്കളിൽ നിന്ന് മോചനം നൽകി ഈ ആത്മാവിനെ സൗകര്യത്തിലേക്ക് സ്വീകരിക്കണമേ. ജീവിതത്തിലേക്ക് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുന്നു, സർവ്വവാസികൾ അങ്ങയെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവനാകുന്നു, ആത്മാവിന്റെ പ്രത്യാശയുമാകുന്നു. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കരുണാനിധിയാം കർത്താവേ, നിൻ രാജ്യത്തുന്നതം മന്നവനായി നീ വാണരുളുമ്പോൾ ഓർക്കണമെന്നേ. ചോര ചൊരിഞ്ഞ് മരണത്താലേ മാനവനുടെ മോചനമേകിയ ദൈവകുമാര കനിയണമെന്നിൽ. സന്തതമുയരും പറുദീസായിൽ വാനവരോടെ മധുര മനോഹര ഗീതികൾ പാടാൻ വരനരുളേണം. ഞാൻ വിളിക്കുന്നു, കർത്താവേ, ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. എന്റെ വാഗ്ദാനത്തിലാകുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുന്ന് ഇസ്രായേലിനെ പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. പാപികൾ ബലഹീനമായ നിങ്ങളെ അനുഗ്രഹിക്കാൻ പാപങ്ങൾ നോക്കുന്നവനും കരുണ നിറഞ്ഞവനും ആയ കർത്താവേ, ഈ ആത്മാവിന് ആശ്വാസം നൽകണമേ. ജീവനെയും പന്തിയെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. ജീവനെയും പന്തിയെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.
കുരിശുമരണം വഴിയായി നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും പുനരുദ്ധാനം വഴിയായി നിത്യജീവനിലേക്ക് ഞങ്ങളെ ആക്കിയിരിക്കുന്ന മിശിഹായെയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയ ഈ പ്രിയ സഹോദരിയുടെ അമ്മയാൻ ചെയ്യുന്ന ഈ ദിവസത്തിൽ പാപികളായ ഞങ്ങൾ സ്വീകരിക്കുന്നതാകണമേ. ജീവിതത്തിലുള്ള ഇയാളെ വിശദീകരിക്കുകയും സൗഖ്യരാജ്യത്തിൽ അങ്ങേയറ്റം ദർശിക്കുവാനും അയാൾ നൽകുകയും ചെയ്യണമേ. ആശ്രയിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Now we will declare the promise of the next day. കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരൊത്തു വരം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായി പ്രഥനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബറാഹം ഇസഹാക്ക് യാക്കോബ് മഹിതാശീർത്തൻ പരിപാവനമാം ബലികൾ പോലെ
വിശ്വാസമോടെ ദാസൻ ചെയ്യും വലിയെന്നാഥ തിരുസന്നിധിയിൽ. ഗുരുവത്സരരാം സ്നേഹരുമൊരുപോർ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈകൊള്ളണമേ ഹൃദയം നവമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും വലിയെന്നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിരദാസിയെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഫലമായി
ഞങ്ങളുടെ രാജ്യവും കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല എന്നു വരും നീ എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ
ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ പരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനെ നിൻമുഖം പരനെ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനെ അവസാന ഭാഗം നമ്മൾ ഇവിടെയാണ് ചെല്ലുന്നത്. വീട്ടിൽ ഓൾറെഡി നമ്മൾ രാവിലെ ബ്ലസ്സിംഗ് ചെയ്തായിരുന്നു. അതുകൊണ്ട് വീട്ടിലെ ബ്ലസ്സിങ്ങിന്റെ ബാക്കി പ്ലേയേഴ്സ് ആണ് ഇവിടെ ചെല്ലുന്നത്. ഹൗസ് ബ്ലസ്സിങ് രാവിലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്ലസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ സെമിറ്ററിയിലേക്ക് പോകുന്നതാണ്. അവിടെ പോയാണ് ഭക്ഷണം കഴിയുന്നത്. നമ്മള് പ്രാർത്ഥന ചെയ്ത് കഴിയുമ്പോൾ ബ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഇവിടെ വന്ന് കുരിശ് തൊട്ടി ഉണങ്ങി ജീരകം എടുത്ത് എന്തെങ്കിലും ഓഫറിങ് ഉണ്ടെങ്കിൽ ആ കൊട്ടയ്ക്ക് അതിടാം. കാരണം അത് പിന്നീട് കുർബാന ചെല്ലാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഇടുന്ന ഓഫറിങ്. അതിനുശേഷം ഇവിടെ പടം 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് പോകാം. ജീരകം ഒരു ഞുള്ളി എടുത്തുകൊണ്ട് വായിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രസാദം ഞങ്ങളിൽ എന്നും വസിക്കുമാറാകട്ടെ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയട്ടെ. ഉയർപ്പിനുള്ള പ്രത്യാശയോടെ മരണമടഞ്ഞ് ഞങ്ങളുടെ ഈ സഹോദരിക്ക് നിത്യജീവൻ കൽപ്പിച്ചരുളണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, പാപികളെ വിശദീകരിക്കുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും പ്രവർത്തികൾക്കനുസൃതമായി പ്രതിഫലം നൽകുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ ഈ സഹോദരിയുടെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നരനായുലകിൽ വന്നു പിറന്നാൽ പ്രതിദാനന്ത്യം പരിപാവനമാണീശ്വര വിധിയാ നൊടിവില്ലാർക്കും. തനയനിൽ നിന്നും താതനെ മരണം ദൂരെ അകറ്റും. നിർദ്ദയമൊരു നാൾ അമ്മയിൽ നിന്നും മകനെ അകറ്റും. കൈകൾ ചലിക്കില്ല, അധരമനക്കിൽ ഇനിയൊരു നാളും. കണ്ണുകളിരുളും, കാതുകളടയും, കരിനിഴലുളരും. മരനായുലകിൽ വന്നു പിറന്നാൽ പ്രതിദാനന്ത്യം പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കൈക്കൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് വെറുതെ കൊടുക്കണമേ. നിഷ്കളങ്കരായ ആബേലിന്റെയും പുണ്യചരിതയായ നോഹിന്റെയും അങ്ങിൽ വിശ്വാസം അർപ്പിച്ച അബ്രാഹത്തിന്റെയും വിലയേറിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ എളിയ കാഴ്ചകളും അങ്ങ് സ്വീകരിക്കണമേ. ഈ കുടുംബത്തിലെ അംഗങ്ങളെയും അവരുടെ ബന്ധുമിത്രാദികളെയും
അവരുടെ പ്രാർത്ഥനകളും സ്വീകരിച്ച ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ നിന്ന് മച്ചുവായ മേഘന ചേച്ചിയുടെ ആത്മാവിനും നിത്യാശ്വാസം നൽകുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തെരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. പരിലസിക്കും സ്വർണ്ണത്തെരുവീഥിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും വീടേ, തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവെന്നി പാടി സ്തുതിച്ചിടും ഞാൻ. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവെന്നി പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ.
കഷ്ടതയില്ല നാടേ, ദൈവഭക്തരിൻ വിശ്രമമേ, പുകൾ പെരുകും പുത്തനെറുശലേമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിയിടുമോ, പുകൾ പെരുകും പുത്തനെറുശലേമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിയിടുമോ. വാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേം, വാനവരിൽ